നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പാട്ട് പാടി അയച്ചാൽ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമ്മളത് മിക്സ് ചെയ്ത് തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബ് ഷോർട്സിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസിലും നമ്മുടെ സാമോഡിയോ ലാബിൻ്റെ പേജിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ പേര് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുമോ, പാട്ടുകളൊന്നും ഷോർട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കേൾപ്പിക്കാൻ പറ്റുന്നില്ല, കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമൻറ്റിലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി മുതൽ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ സാം എൻ്റർടൈൻമെൻറ്റ്സ് എന്ന ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സാം ഷമീർ. അപ്പോൾ എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന് പ്രൈസ് വരുന്നത്, ഇതൊരു ഫ്രീ സർവീസ് അല്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇതിന് പ്രൈസ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരണം. ഈ മേലെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം അതിൽ പറയുന്ന പോലെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ള പാട്ടിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ റോ ഫയലാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അതിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കിന്ന് നോക്കാം. നമുക്കിന്ന് അയച്ചിട്ടുള്ളത് എന്നെ താലാട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടിൻ്റെ കവർ വെർഷനാണ്. അപ്പം അതിൻ്റെ കരോക്കെ യൂട്യൂബിൽ അവൈലബിൾ അല്ല. അതിൻ്റെ ഒരു അൺപ്ലഗ്ഡ് സോങ് ആണ് യൂട്യൂബിൽ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു സോങ്ങിൻ്റെ കൂടെ പാടിയിട്ടുള്ള വോക്കലാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ആ ഒരു അൺപ്ലഗ്ഡ് കവർ സോങ്ങിൽ നിന്ന് അതിൻ്റെ വോക്കൽ റിമൂവ് ചെയ്യുകയും അതിൻ്റെ കരോക്കെ ആയിട്ട് എടുത്തിട്ട് ഈ ആളുടെ വോക്കലും ആ ഒരു നമ്മൾ കരോക്കെ ആക്കിയിട്ടുള്ള മ്യൂസിക്കും തമ്മിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ആളയച്ചിട്ടുള്ള റോ ഫയൽ, അതായത് പാടിയിട്ടുള്ള വോക്കൽ മാത്രം നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്, നോയ്സ് ഉണ്ട്, പിച്ച് ഔട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യാത്ത റോ ഫയലാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് കേട്ട് നോക്കാം. നദിയാകനിയും ഇരുന്നാലേ നാനും മീരുക്കുൾ ദൂരം വരെ കരയായിരേൻ ഇരവാകനിയും நிலவாகனானும் மீருக்குள் நேரம் வரை உயிர் வாழ்கிறேன் முதல் நாளின் மனதில். ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് കേൾപ്പിച്ച് കുറേ ലെങ്തി ആക്കുന്നില്ല. എന്തായാലും ഇതിലെന്ന് വെച്ചാൽ ഇത് റെക്കോർഡ് ചെയ്ത സമയത്ത് എന്തോ ഒരു മെഷീൻ ഇതിൻ്റെ അടുത്ത് ഓണായി കിടപ്പുണ്ട്. അതിൻ്റെ ഒരു ബൂമിങ് സൗണ്ട്, നോയ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പാടുന്ന സമയത്ത് അല്ലാത്ത ഗ്യാപ്പുകളിലൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. പാടുന്ന സമയത്ത് അതിൻ്റെ വോക്കൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അത് വല്ലാണ്ട് കയറി വരാറ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു വോക്കലും ഇതിൻ്റെ കരോക്കെ, നമ്മൾ സോങ്ങിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതിൻ്റെ കരോക്കെ തമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് കേട്ട് നോക്കാം. ഇതിനെന്തെങ്കിലും ടൈമിംഗ് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നദിയാകനിയും ഇരുന്നാലേ നാനും മീരുക്കുൾ ദൂരം വരെ കരയായിരേൻ ഇരവാകനിയും നിലവാകനാനും മീരുക്കുൾ നേരം വരെ உயிர் வாழ்கிறேன் முதல் நாளின் மனதில் விதையாய் நீ இருந்தாய் மறுநாள் பார்க்கையிலே வனமாய் மாறிவிட்டால் அனாடி துடிப்போடு നടമാടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ട്രാക്കിൻ്റെ കൂടെ ചെറിയ ലാഗ് ഉണ്ട്, താളത്തിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പോർഷൻ നമുക്കിന്ന് കേട്ട് നോക്കാം. என்னை தாலாட்டும் சங்கீதம் நீ அல்லவா, உன்னை சீலாட்டும் பொன்னோஞ்சல் நான் அல்லவா, உன்னை மழையன். കേട്ടല്ലോ, ഇതിൽ ഉള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. താളപ്രശ്നങ്ങൾ, അതുപോലെ കുറച്ചൊക്കെ ഡൗട്ട് അടിച്ച് പാടുന്ന പോലെയൊക്കെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തിട്ടുള്ള വെർഷൻ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ ഡിഫറൻസ് മനസ്സിലാവും. നമ്മളിതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഇതിൽ ഉണ്ടായിരുന്നിട്ടുള്ള നോയ്സ്, അതായത്
പാട്ടിൻ്റെ ഗ്യാപ്പുകൾ നമ്മൾ ഒരു വരി പാടി സെക്കൻഡ് വരി പാടുന്നതിൻ്റെ ഇടയിലുള്ള ഓരോ ഗ്യാപ്പുകളിലും ഇതിൻ്റെ നോയ്സ് വല്ലാണ്ട് എടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് അതെല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ആക്കാനായിരുന്നു. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി ശേഷം ഇതിലുള്ള പിച്ച് ഔട്ടുകൾ നമ്മൾ മെലഡൈൻ എന്ന സംഭവമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് മേ ബി ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയായിരിക്കും എന്താണ് മെലഡൈൻ എന്നുള്ളത്. മെലഡൈൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പാടുന്ന വോക്കലിലുള്ള പിച്ച് ഔട്ടുകൾ ക്ലിയർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം അത് ചെയ്യുന്നതിനാണ് മെലോഡൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, പിച്ച് മീൻസ് ശ്രുതി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്ത് ഇതിലുള്ള പിച്ച് ഔട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു ശേഷം ഇതിന് വേണ്ട എഫക്റ്റുകൾ, എക്കോ, റിവേർബ്, ഡിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ വോക്കൽ ട്യൂൺ ചെയ്ത് ഈക്വലൈസർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മൊബൈൽ ഫോണിൽ പാടുമ്പോൾ അറിയാമല്ലോ, മൊബൈൽ ഫോണിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പാടിയിട്ടുള്ള വോക്കലിന് അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് നമ്മളെ കമ്പ്യൂട്ടറിലിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ ചെയ്തിട്ട് അതിനെ ബെറ്റർ ക്വാളിറ്റിയിൽ കേൾപ്പിക്കുക എന്നുള്ളതാണ് സ്റ്റുഡിയോ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ റിപ്ലൈ, ആ പാട്ട് കേട്ടിട്ട് നമ്മളോട് പറഞ്ഞ റിപ്ലൈ ഞാൻ കേൾപ്പിക്കാം. അതിൻ്റെ മുന്നേ ഈ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടോക്കാം, മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തിട്ടുള്ള പാട്ട്. ഓക്കെ, കേട്ടോക്കാം. നദിയാകനിയും இருந்தாலே நானும் நீருக்குள் தூரம் வரை கரையாகிறேன். இரவாக நீயும் நிலவாக நானும் நீருக்குள் நேரம் வரை உயிர் வாழ்கிறேன். முதல் நாளின் மனதில் விதையாய் நீ இருந்தாய், மறுநாள் பார்க்கையிலே வனமாய் மாறிவிட்டாய். அநாடி துடிப்போடு நடமாடி நீ வாழ்கிறாய், நெஞ்சில் நீ வாழ்கிறாய். என்னை தாலாட்டும் சங்கீதம் நீ அல்லவா, உன்னை சீலாட்டும் பொன்னோஞ்சல் நான் அல்லவா. உன்னை மழை என்பதா இல்லை தீ என்பதா, அந்த ஆகாயம் நிலம் காற்று நீ என்பதா, உன்னை நான் என்பதா. என்னை தாலாட்டும் சங்கீதம் நீ அல்லவா, உன்னை சீலாட்டும் பொன்னோஞ்சல் നാനല്ലവാ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റമർ, നമ്മളെ പാടിയിട്ടുള്ള സിംഗർ നമുക്ക് ഒരു റിപ്ലൈ തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എത്രത്തോളം നന്നാവുന്നു. അടിപൊളിയായി. ഞാൻ ഇതിനായിട്ട് കേൾക്കാൻ ടൈമില്ലായിരുന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാൻ കരുതി വെച്ചതായിരുന്നു. അടിപൊളിയായി. ഞാൻ തന്നെ പാടിയത് എനിക്ക് അത്ഭുതമായി പോയി. താങ്ക് യു സോ മച്ച്, അടിപൊളിയായിട്ടോ. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതുപോലെ പാട്ട് പാടാൻ താല്പര്യമുള്ള ഒരുപാട് പേര് കഴിവുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനൊരു അവസരം കിട്ടാണ്ട് ഇതിന് എന്ത് ചെയ്യണം, നമ്മുടെ ഏതൊരാൾക്കും സ്കില്ല് ഉണ്ടെങ്കിലും അത് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ, നല്ല ക്വാളിറ്റിയിൽ എത്തിക്കാൻ ഏതൊരാൾക്കും താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു ഫ്രീ സർവീസ് അല്ല, നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പം ഇതിന് എക്സ്പെൻസ് ഉണ്ടാവും, ഇതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ പാടിയിട്ട് നമുക്ക് അയച്ചു തന്നാൽ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തിരിച്ചയച്ചു തരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി അത് വേറെ തന്നെയാണ് സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾക്കും ഈ മേലെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നോർമലി കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. നമുക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട്, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, നമുക്ക് മാനുവലി ഇതിന് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രത്തോളം മെസ്സേജാണ് നമുക്ക് വരുന്നത്. നമ്മൾ മാനുവലി നമ്മൾ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ബ്ലോക്കായി പോകും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഓട്ടോ റിപ്ലൈ വരും. അതിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും, എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന് പ്രൈസ് വരുന്നത്, കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും.
ഓക്കെ, പലർക്കും ഷോർട്ടുകളായിരിക്കും പാടേണ്ടി വരിക. ഐ മീൻ 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ ഉള്ള റീൽസ് ഇടാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും പലർക്കും പാടേണ്ടി വരിക. അപ്പം അതിൻ്റെ പ്രൈസും അതുപോലെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള സോങ് ചെയ്യാനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് നിങ്ങൾ വായിച്ച് വെക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിരിക്കൽ അതിൽ വിളിച്ചിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കാം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ഫയൽ അയച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ വന്നിട്ടില്ല, വാട്സപ്പിൽ റിപ്ലൈ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് പറയാം, ഇങ്ങനെ ഫയൽ അയച്ചിട്ടുണ്ട് നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് നോക്കും. കാരണം അത് നിങ്ങൾക്ക് റിപ്ലൈ വരാത്ത മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിവിടെ സ്റ്റുഡിയോയിൽ വർക്കിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പ് നോക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്തായിരിക്കും മേ ബി നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം പുതിയ മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയത് താഴെ പോകും. അപ്പം നമുക്ക് ഒരു ദിവസം നോക്കാൻ പറ്റുന്ന മെസ്സേജുകൾക്കും ഒരു പരിധി ഉണ്ട്, നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ വരാത്തതും. മനഃപൂർവ്വം നമ്മൾ ഒരിക്കലും റിപ്ലൈ ചെയ്യാതിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ വിളിച്ചിട്ടോ പറയുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഒരിക്കലും മൂടി വെക്കേണ്ടതില്ല. നിങ്ങൾക്ക് പാട്ട് പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മിതമായ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പാടാൻ പറ്റിക്കോളും എന്നില്ല. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം പാടാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ബെറ്റർ ആക്കിയിട്ട് പാടി അയച്ചാൽ നമ്മളൊരു വർക്കും കൂടെ നമ്മളതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പം നിങ്ങളെ കൂടെ കാണും എന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും ബൈ.